ഗായ്സ്, ഈ കുപ്പിയൊക്കെ പിടിച്ച് എങ്ങോട്ടാണെന്നല്ലേ? ബാ കാണിച്ചു തരാം. ഇപ്പം ഞാനുള്ളത് പാലക്കാടാണ്. എൻ്റെ വീടിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട്. നല്ല ചെറിയ രീതിക്കാണ്. അധികം പച്ചക്കറിയൊന്നും ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും അന്നന്ന് കഴിക്കാനുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടാറുണ്ട്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനും പിന്നെ ഈ പച്ചക്കറി വല്ലതും ആയിട്ടുണ്ടോ നോക്കാനൊക്കെ ഒന്ന് ഇറങ്ങാറുണ്ട്. ഇതെല്ലാം കൂടുതലും നോക്കി നടത്തുന്ന എൻ്റെ അച്ഛനോ അമ്മയാണ്. അവരുടെ എഫേർട്സാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ആഴ്ചയിൽ ഒരു 2-3 തവണ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഒന്നെങ്കിൽ മത്തൻ, അല്ലെങ്കിൽ പയർ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക, അങ്ങനെ എന്തെങ്കിലും. ആ ആഴ്ച കഴിഞ്ഞുകൂടാനുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. ഇവിടെ കൂടുതലും ഉള്ളത് ചീനിമുളകാണ്. ഈ ചെറിയൊരു പച്ച കളർ ചുവന്ന കളർ മുളകാണത്. ഇവിടെ അത് കൂടിയിട്ട് അവസാനം അത് അച്ചാറിട്ട് അത് കുറച്ച് ഉപ്പിലിട്ട് അവസാനം അത് പിന്നെ കൊണ്ടാട്ടം അടക്കം ആക്കേണ്ട അവസ്ഥയാണ്. ഈ സാധനമൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സുഖമാണ്. കാരണം നമുക്കറിയാം ഇതിൽ ആവശ്യമില്ലാത്ത കെമിക്കലോ ഒന്നും ചേർത്തിട്ടില്ല എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ചീനിമുളക്. ഈ ചീനിമുളക് കുറച്ചധികമാണ്, കാരണം ഇത് എത്ര വിതരണം ചെയ്താലും തീരുന്നില്ല. അതുമാത്രമല്ല, പിന്നെയുള്ളത് ചീരയാണ്, ചുവന്ന ചീര. പണ്ട് എനിക്ക് കുറച്ച് പുച്ഛമായിരുന്നെങ്കിലും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ എനിക്കെന്തോ ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് അതിനോട്. ഇതാണ് ഗൈസ് ഒരു കിറ്റ്. ഇതിൻ്റെ അകത്താണ് ഗൈസ് ഇപ്പത്താണ് നമ്മൾ പറിച്ച എല്ലാം സാധനങ്ങളും. കണ്ടില്ലേ, ഇതിൽ പയറുണ്ട്, പിന്നെ വഴുതരങ്ങയുണ്ട്, പിന്നെ വെണ്ടയ്ക്കയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ദിവസത്തിനുള്ള സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടുമെന്ന്. ഈ കാണുന്നതാണ് ചെടി നനയ്ക്കൽ പരിപാടി. ഈ ചെടി നനയ്ക്കുക എന്ന പേരിൽ ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് വീട്ടിലോട്ട് പോവാറ്. ചെടിയൊക്കെ നനച്ചതിന് ശേഷമാണ് ഒരു മെയിൻ ക്യാരക്ടറിനെ കണ്ടു കിട്ടിയത്. ഇത് പയർ, അതിനുശേഷം വേറൊന്നും കൂടിയും കിട്ടി. മത്തൻ കിട്ടി ഗൈസ്, മത്തൻ. യെസ്, മത്തൻ വേറെയും 2 ഞാൻ കണ്ടു, പക്ഷേ ഇതാണ് കറക്റ്റ് ഭാഗം എടുക്കാൻ. ബാക്കി 2 ആയിട്ടില്ല. ആക്ച്വലി ഇതൊരു ബോണസാണ് ഞങ്ങൾക്ക്, കാരണം ഇത് എപ്പോഴും കിട്ടാറില്ല. ഇതൊരു മെയിൻ ക്യാരക്ടറാണ് ഞങ്ങളുടെ ഗാർഡനിൽ. ഒരു മത്തനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു മാസം മൊത്തം മത്തൻ്റെ കറി, മത്തൻ്റെ ജ്യൂസ്, മത്തൻ്റെ ജാമൊക്കെ ആയിരിക്കും വീട്ടിൽ. തീർച്ചയായിട്ടും നമ്മളിത് വിതരണം ചെയ്യുക, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. കുറച്ചധികം കാലം മത്തന് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതിനുശേഷം കുറച്ച് മുരിങ്ങയൊക്കെയാണ് ഗൈസ്. ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ ചെറിയൊരു ഗാർഡൻ്റെ മിനി വ്ളോഗായിരുന്നു ഇത്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം. ബൈ.